ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2-ാം തീയതി നവംബർ 2025, അതായത് 1201 തുലാമാസം 16-ാം തീയതിയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. രവിവാരം എന്ന് പറയും. ആദിത്യവാരം, രവിവാരം, ഇതൊക്കെ ഞായറാഴ്ചകളുടെ പ്രധാനപ്പെട്ട പര്യായങ്ങളാണ്. 12 ആദിത്യന്മാരാണ് അതിശക്തമായി നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. 12 ആദിത്യന്മാരാണ്, അങ്ങേറ്റം ശക്തരാണ്. അത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിൽ അത് പ്രത്യേകം സ്പർശിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഞായറാഴ്ചത്തെ രാഹുകാലം വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാണ്. ഇന്നത്തെ സൂര്യോദയമാകട്ടെ കാലത്ത് 6:20 സൂര്യോദയമാണ് തൃശ്ശൂരിൽ. അപ്രകാരം ഇന്നത്തെ അസ്തമയം വൈകിട്ട് 5:56 ഇന്നത്തെ തിഥി ഏകാദശി തിഥിയാകുന്നു. കാലത്ത് 7:30 വരെ. 7:30 കഴിഞ്ഞാൽ പിന്നെ ദ്വാദശിയാണ്. ഇതൊക്കെ വെളുത്തപക്ഷത്തിലെ തിഥിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ചന്ദ്രൻ വെളുത്തപക്ഷത്തിലേക്ക് ബലവാനാവുകയാണ്, പൗർണമിയിലേക്ക് വരികയാണ്. ചന്ദ്രൻ ഏറ്റവും മോസ്റ്റ് പവർഫുള്ളായ ദിനമാണ് പൗർണമി. പക്ഷോദ്ഭവം ഹിമകരസ്യ വിശിഷ്ടമാകുഹോ. ചന്ദ്രന് ഏറ്റവും ബലം എന്തിനാണ്? പക്ഷബലമാണ്. വെളുത്തപക്ഷത്തിലെ ബലമുള്ള ചന്ദ്രൻ അങ്ങേയറ്റം നന്മകളെ പ്രദാനം ചെയ്യും. ആ ചന്ദ്രൻ നന്നായി ശുഭഗ്രഹങ്ങളോട് യോഗം ചെയ്താൽ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. ചന്ദ്രനും വ്യാഴവും കൂടി യോഗം ചെയ്താൽ അത് കേസരി യോഗമാണ്. വെളുത്തപക്ഷത്തിലെ പൗർണമിയിലെ ചന്ദ്രൻ വ്യാഴത്തോടുകൂടി യോഗം ചെയ്യുക, അത് യോഗം ചെയ്യുന്നത് തൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവത്തിലോ അല്ലെങ്കിൽ തൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകത്തിലോ അല്ലെങ്കിൽ തൻ്റെ സുക്ഷേത്രമായ മേടത്തിലോ ആണെങ്കിൽ ബഹുവിശേഷമാണ്. അവിടെയൊക്കെ ചന്ദ്രൻ ലഗ്നത്തിൽ വരികയാണെങ്കിൽ വളരെയധികം പ്രാധാന്യം ചന്ദ്രന് നൽകി കാണുന്നുണ്ട്. വിദുർഗോ കുളീരാജകസ്ഥൻ ബഭുക്ഷോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണ്ണം എന്നാണ് പറഞ്ഞത്. ലഗ്നത്തിൽ ചന്ദ്രൻ വരികയാണെങ്കിൽ, കർക്കിടകത്തിലോ മേടത്തിലോ ഇടവത്തിലോ വരികയാണെങ്കിൽ ശരിക്കുള്ള എല്ലാ ഗുണഗണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇന്ന് ദ്വാദശിയാണ്, നല്ല തിഥിയാണ്. രവിവാരം പ്രായേണ അത്ര ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. ഒരു സാത്വിക ഗ്രഹമാണെങ്കിലും പാപഗ്രഹങ്ങളെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. ഇന്നത്തെ നക്ഷത്രം നിങ്ങൾ അറിയണം, ഇന്ന് പുരൂരുട്ടാതി നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് പുരൂരുട്ടാതി. മുപ്പൂരം എന്നാണ് പറയുക. പൂരം, പൂരാടം, പുരൂരുട്ടാതി. ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. ഇന്നത്തെ ദിനം പക്ഷേ നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താം. അവിടെ പുരൂരുട്ടാതി നക്ഷത്രമാണ്. വിഷ്ണുവിന് തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. ആദിത്യ ഹൃദയമന്ത്രം ഞായറാഴ്ചയാണ്, നിങ്ങൾക്ക് ജപിക്കാം. അപ്രകാരം നാരായണ കവചമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് ഇന്നത്തെ ദിനത്തിന് കൂടുതൽ നിങ്ങൾക്ക് പ്രഭയെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ഓറാചക്രത്തെ അത് വളർത്തും. പ്രത്യേകിച്ച് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം വ്യാഴമാണ്. വ്യാഴം നിങ്ങളുടെ ഓറയിൽ, ശരീരശാസ്ത്രത്തിൽ നിങ്ങളുടെ ത്രോട്ട് ചക്രയെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ശബ്ദത്തിന് വളരെയധികം നല്ലതാണ്. വെള്ളത്തിൽ നിന്ന് ശബ്ദ സാധകം ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യും ഇങ്ങനെയുള്ള ദിനങ്ങൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ദിനം ശോഭനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.